പണ്ഡിതന്മാരുടെ, കേരളത്തിലെ ദീനി പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് അവരെപ്പോഴും ഉണർത്താറുണ്ട്. ഡോക്ടർ ഉമർ കാമിലിൻ്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഓൾ ഇന്ത്യ തലത്തിൽ പണ്ഡിതന്മാരുടെ കോൺഫറൻസ് വിളിച്ചു. അതിനുശേഷം കഴിഞ്ഞ 10-ാം തീയതി ഇന്ത്യയിലെ 19 സംസ്ഥാനങ്ങളിലെ പ്രതിനിധികൾ സംബന്ധിച്ച കൺവെൻഷനിൽ ബോംബെയിൽ വെച്ച് ഓൾ ഇന്ത്യ തലത്തിൽ നമ്മുടെ ഈ ഓർഗനൈസേഷൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. അൽഹംദുലില്ലാ, ദൈനംദിനം ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മർക്കസു സഖാഫത്ത് സുന്നിയുടെ പ്രവർത്തനങ്ങൾ തീർച്ചയായും ഈ നാട്ടിലെയും ഇതുപോലുള്ള നിരവധി സഹോദരന്മാരുടെ അകമഴിഞ്ഞ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളുമാണ് അതിനു പിന്നിൽ എന്നറിയുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ മനസ്സിൽ ഇതൊരു സന്തോഷം പകരും എന്നൊരു കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ലണ്ടനിൽ അൽഹംദുലില്ലാ മദീനത്തുന്നൂറിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ PG ചെയ്യുന്ന വിദ്യാർത്ഥികളെ കൊണ്ട് തന്നെയാണ് നാം ഇപ്പോഴും ഈ ഫീൽഡിൽ വർക്ക് ചെയ്യിക്കുന്നത്. അവരവിടെ മദ്രസ ആരംഭിച്ചു. ഡൽഹിയിൽ പഠിക്കുന്ന കാലത്ത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ, ഇന്ദ്രപ്രസ്ഥ യൂണിവേഴ്സിറ്റിയിൽ, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ MA ഇംഗ്ലീഷും MA എക്കണോമിക്സും ആർക്കിയോളജി ആൻഡ് ഹെറിറ്റേജ് മാനേജ്മെൻറ്റ് പോലുള്ള കോഴ്സുകൾ ചെയ്യുന്ന സ്റ്റുഡൻസ്, സോഷ്യൽ വർക്കിലും അതുപോലെയുള്ള ബിസിനസ് മാനേജ്മെൻറ്റ് പോലുള്ള കോഴ്സുകളെല്ലാം പഠിക്കുന്ന വിദ്യാർത്ഥികൾ മസ്ജിദുകളിൽ താമസിച്ച് രാവിലെ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് മദ്രസ പഠിപ്പിച്ച്, പിന്നെ യൂണിവേഴ്സിറ്റികളിൽ പോയി വൈകുന്നേരം വന്ന് വീണ്ടും പഠിപ്പിച്ച് കേരള മോഡൽ ഗ്രാമങ്ങളാണ് അവിടെയെല്ലാം തീർത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെല്ലാം ആകുമ്പോൾ ഈ വിദ്യാർത്ഥികളുടെ പഠനം എവിടെ എത്തും എന്നൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം അൽഹംദുലില്ലാ വിവിധ യൂണിവേഴ്സിറ്റികളിൽ വിദ്യാർത്ഥികൾ ഉയർന്ന റാങ്കോടുകൂടിയാണ് പാസ്സായിരിക്കുന്നത്. ഇത്തരം MBA ഈ വർഷം MBAക്ക് മർഗസ് ഗാർഡനിൽ നിന്ന് എൻട്രൻസ് ടെസ്റ്റിന് പോയിട്ടുള്ള വിദ്യാർത്ഥികൾ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ 1, 4, 6, 8 റാങ്കുകളെല്ലാം നേടുകയുണ്ടായി. ടാറ്റ ഫെലോഷിപ്പിൽ സോഷ്യൽ വർക്ക് പഠിപ്പിക്കുന്ന, NGO ട്രെയിനിങ് കൊടുക്കുന്ന, MBA പഠിപ്പിക്കുന്ന ഒരു കോഴ്സിൻ്റെ മധുരയിൽ 8000 വിദ്യാർത്ഥികളിൽ നിന്ന് സ്ക്രീൻ ചെയ്ത് 20 വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്തപ്പോൾ അതിൽ 8ാം റാങ്കോടുകൂടി നമ്മുടെ വിദ്യാർത്ഥിക്ക് പ്രവേശനം ലഭിച്ചു. അതുപോലെ അഹമ്മദാബാദിൽ, ഗുജറാത്തിൽ അവിടുത്തെ സ്കൂൾ അധ്യാപകർക്ക്, ഹെഡ് മാസ്റ്റർമാർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന പ്രോഗ്രാമിലേക്ക് അൽഹംദുലില്ലാ നമ്മുടെ ഒരു യുവ പണ്ഡിതന് എൻട്രൻസ് ലഭിച്ചു. ഇങ്ങനെ പഠനത്തിൽ മികവ് കാണിക്കുന്നതോടൊപ്പം തന്നെ ദഅവത്തിൻ്റെ മേഖലയിൽ മുന്നേറാൻ കഴിയുമെന്നത് തീർച്ചയായും അത് വളരെ വിജയകരമായി തെളിയിച്ചിരിക്കുകയാണ്. ഇത്തരം പ്രവർത്തനങ്ങളുമായി ആണ് അൽഹംദുലില്ലാ നമ്മുടെ കേരളത്തിൽ ഓരോ വർഷവും പുറത്തിറങ്ങുന്ന 1000-ഓളം ബിരുദധാരികൾ, 1ഉം 2ഉം സ്ഥാപനങ്ങളിൽ നിന്നല്ല. അതേപ്രകാരം ജാമിയത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയയുടെ കീഴിൽ 55 സ്ഥാപനങ്ങൾ, ഇസ്ലാമിക് സ്റ്റഡീസിൽ ബിരുദം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ അൽഹംദുലില്ലാ ഇന്ന് നമ്മുടെ പ്രസ്ഥാനത്തിന് കീഴിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിലും കേരളത്തിൻ്റെ സമീപത്തുള്ള മലയാളം സംസാരിക്കുന്ന സ്റ്റേറ്റുകളിലും. ഇത് മറ്റു തലങ്ങളിലേക്ക് ഇത് പ്രചരിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇത് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അതിന് ലോകത്തെ ഏറ്റവും സെൻറ്ററാകാൻ പറ്റിയ ഭാഗം ദുബൈയാണ്. ഇവിടെ എല്ലാ സ്റ്റേറ്റുകാരുമുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന, നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന, നിങ്ങളുടെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന, നിങ്ങളുടെ ഷോപ്പിൽ ജോലി ചെയ്യുന്ന, നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന, കൂടെ നിൽക്കുന്ന അടുത്ത നാട്ടുകാരനായ അയൽവാസിയെ കണ്ടറിയാൻ, അവരുടെ ഭാഷ ഏതായിരുന്നാലും, അവരുടെ ദേശമേതായിരുന്നാലും, അവരുടെ ഈമാനിക കാര്യങ്ങളെക്കുറിച്ച്, അവരുടെ നാട്ടിലെ അവസ്ഥകളെക്കുറിച്ച് അവരോട് ചോദിക്കാനും അറിയാനും പകർത്താനും അവരുമായി ഷെയർ ചെയ്യാനുമുള്ള ഒരു സന്നദ്ധത കണ്ടെത്തുക എന്നുള്ളൊരു മിനിമം പരിപാടി കൊണ്ട് അൽഹംദുലില്ലാ ദീനീ ദഅവത്തിൽ നമുക്കൊട്ടേറെ മുന്നേറാൻ സാധിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹ്രസ്വമായ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, അന്യരായ ഉസ്താദ് അവറുകളുടെ ആത്മീയ ഉപദേശങ്ങളും പ്രാർത്ഥനയും ഇതാണ് ഈ സദസ്സ് പിരിയുന്നതിന് മുമ്പ് നമുക്ക് വളരെ ഭാഗ്യമായി ലഭിക്കാനുള്ളത്. വളരെ അച്ചടക്കത്തോടുകൂടി പിരിച്ചുവിട്ട ശേഷം റോട്ടിലൂടെയും വാഹനത്തിലൂടെയുമൊക്കെ പോകുന്നവർ വളരെ അച്ചടക്കം പാലിച്ചുകൊണ്ട് മാത്രം പിരിഞ്ഞു പോകണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ വളരെ ബഹുമാനപൂർവ്വം ഞാൻ അവരെ ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്.
സ്റ്റേജിലും സദസ്സിലും ഉപവിഷ്ടരായ ദീനീ പ്രവർത്തകർ, സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, ഇനി ഒരു പ്രസംഗം ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ അധികമായി സംസാരിക്കുന്നില്ല. പക്ഷേ ഈ റമദാൻ മാസം എല്ലാ രാജ്യത്തും, പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങളിൽ രാത്രി മുഴുക്കെ ഹയാത്താക്കുന്ന പതിവുള്ളത് കൊണ്ട് സമയം കൂടുതലായി എന്ന് തോന്നുന്നുമില്ല. ഞാൻ ഇന്ന് ജിദ്ദയിൽ ഡോക്ടർ ഉമർ കാമിലുമായി ഒരു മീറ്റിംഗ് നിശ്ചയിച്ചത് ഇന്ന് രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെയായിരുന്നു. രാത്രി മുഴുവനും വേറെ മീറ്റിങ്ങുകളും എല്ലാം നടന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമയം അപ്പോഴാണ്. ഞാൻ ഉംറയും കഴിഞ്ഞ് വളരെ ക്ഷീണിച്ച് അതിൻ്റെ ഇടയ്ക്ക് ചില ആളുകളെയൊക്കെ കണ്ട് തിരിച്ച് ജിദ്ദയിലെത്തിയതും സുബഹിക്കാണ്. അപ്പോൾ അവിടെയെല്ലാം എല്ലാവരും രാത്രി ഇങ്ങനെ ഉറക്കൊഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്, ഇവിടെയുമുണ്ട്. പക്ഷേ ഈ ഉറക്കൊഴിക്കൽ വെറും സൊറ പറഞ്ഞുകൊണ്ടുള്ള ഉറക്കൊഴിക്കലായാൽ അതുകൊണ്ട് പ്രയോജനപ്പെടുകയില്ല. മറിച്ച് പരിശുദ്ധ ഖുർആനിൽ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ എന്ന് പാതിര സമയത്ത് പൊറുക്കൽ ചോദിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു. ഇവിടെ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാ തങ്ങൾ ചോദിക്കുന്നു, വഫിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ എന്ന് അള്ളാഹു ഇവിടെ പറഞ്ഞില്ല. വഫിൽ അസ്ഹാരി പാതിര സമയങ്ങളിൽ, ഹും അവർ, യസ്തഗ്ഫിറൂന അവർ പൊറുക്കൽ തേടുന്നു. അപ്പൊ ഫി എന്ന് പറഞ്ഞാൽ പാതിര സമയങ്ങളിൽ എന്ന് അർത്ഥമുണ്ട്. അങ്ങനെ ഫി എന്ന് പറയാതെ വബിൽ അസ്ഹാരി എന്ന് അല്ലാഹു തആല പറഞ്ഞതിന്റെ താല്പര്യം എന്ത് എന്ന് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാ പറയുന്നു, വഫിൽ അസ്ഹാരി എന്ന് പറഞ്ഞാൽ പാതിര സമയത്ത് രാത്രി പകുതി കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു സെക്കൻഡിൽ അള്ളാഹുവിനോട് പൊറുക്കൽ തേടുന്നതും അതിന് ആ വാക്കിൽപ്പെടുന്നു. എന്നാൽ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ എന്ന് പറഞ്ഞാൽ പാതിര സമയങ്ങളിൽ കൂടുതലായി ആ രാത്രിയുടെ പാതിരാ സമയങ്ങളുമായി യോജിച്ചുകൊണ്ട് ആ സമയത്തോട് ബന്ധപ്പെടുത്തി അവൻ്റെ സമയങ്ങൾ വിനിയോഗിക്കുന്നവൻ, കൂടുതൽ പൊറുക്കൽ തേടുന്നവൻ എന്ന അർത്ഥം ഈ വാക്കിൽ ബി എന്ന് പറഞ്ഞ ഫി എന്നതിന് പകരം ബി എന്ന് പറഞ്ഞതിൽ ഉണ്ട് എന്ന് മഹാനായ ഇമാം റാസി തങ്ങളും മറ്റ് മുഫസ്സിറുകളും പറയുന്നു. അങ്ങനെ സത്യവിശ്വാസികൾ രാത്രി പാതിര സമയത്ത് പകുതി കഴിഞ്ഞതിൻ്റെ ശേഷം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അള്ളാഹു എനിക്ക് നീ പൊറുത്തു തരണം, ഞാൻ പാപിയാണ് എന്ന് ഇസ്തിഗ്ഫാർ ചെയ്യുക പാതിര സമയത്ത്. ഇത് വളരെ പ്രധാനപ്പെട്ട മുഅ്മിനീങ്ങളുടെ ലക്ഷണമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു. ഈ ഒരായത്ത് മാത്രമല്ല, നിരവധി ആയത്തുകൾ രാത്രി സമയത്ത്
പ്രാർത്ഥിക്കുന്നതിന് അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഉന്നതരായ വ്യക്തികളുടെ ഉദാഹരണമായി ഖുർആനിൽ പഠിപ്പിച്ചത് തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ. അവർ ശരിയായ നിലക്ക് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നത് പോലെ അവർ കിടന്ന സ്ഥലത്ത് നിന്ന് അവരുടെ ശരീരം അകന്നു പോവുകയും അഥവാ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുകയും എന്നിട്ട് യദ്ഊന റബ്ബഹും അവരുടെ റബ്ബിനോട് അവർ പ്രാർത്ഥിക്കുന്നു. ഖൗഫൻ ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നു. അള്ളാഹുവിനെ പേടിക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹു തആല ചെയ്ത അനുഗ്രഹത്തെ സംബന്ധിച്ച് ആലോചിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് പ്രതിഫലമായി തുല്യമായി ഇവിടെ ഒന്നും ചെയ്യാൻ ഒരിക്കലും സാധിക്കുകയില്ല. അത്രയും വലിയ കോടാനകോടി അനുഗ്രഹങ്ങളാണ് അള്ളാഹു തആല ചെയ്തിട്ടുള്ളത്. ഈ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി ചെയ്തിട്ടില്ലല്ലോ, അള്ളാഹു അതിന് എന്താണ് എന്നെ ശിക്ഷിക്കുക എന്ന അതികഠിനമായ ഭയം. അതേ സമയത്ത് വതമഅൻ, ഞാൻ പാപിയായതുകൊണ്ട് അല്ലാഹു തആല എനിക്ക് മാപ്പ് ചെയ്തു തരികയും എൻ്റെ ചെറിയ പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു തആല സ്വീകാര്യത നൽകുകയും ചെയ്യും. അല്ലാഹു തആല റഹ്മാനാണ്, റഹീമാണ് എന്ന ആ ചിന്തയിൽ അല്ലാഹുവിൻ്റെ റഹ്മത്തിൽ ആഗ്രഹിക്കുകയും, അങ്ങനെ ഒരു ഭാഗത്ത് ഭയവും മറ്റൊരു ഭാഗത്ത് അല്ലാഹുവിൻ്റെ റഹ്മത്തിലുള്ള ആഗ്രഹവും, ഇത് രണ്ടുമാണ് ഒരു മനുഷ്യന് വേണ്ടത്. മറിച്ച് ഖുറൂർ എന്നൊരു വിഷയമുണ്ട്. പാപം ചെയ്താൽ അല്ലാഹു തആല പുറത്തു കൊടുക്കും എന്ന ആയത്തുകളും ഹദീസുകളും ചരിത്രങ്ങളും കേട്ട് എന്ത് ചെയ്യുമ്പോഴും അത് അള്ള പുറത്തുതരും, അള്ള പുറത്തുതരും, അള്ള പുറത്തുതരും എന്ന് പറഞ്ഞുകൊണ്ട് ദോഷങ്ങളിലേക്ക് തിരിയുന്ന ആ ഒരു വിഭാഗമായി കൂടാ. അല്ലാഹു തആല മാപ്പ് ചെയ്യുന്നവനാണെന്ന് പറഞ്ഞതുകൊണ്ട് ദോഷം വർദ്ധിപ്പിക്കണമെന്നതിനർത്ഥം വെച്ചുകൂടാ. മറിച്ച് എൻ്റെ ജീവിതത്തിൽ വന്നുപോയ അപകടങ്ങളും അപാകതകളും അല്ലാഹു തആല അതിന് എത്രയാണ് എന്നെ ശിക്ഷിക്കുക എന്ന കഠിനമായ പേടിയും ഭയവും, അതേ സമയത്ത് എനിക്ക് അല്ലാഹുവിലേക്കല്ലാതെ മറ്റൊന്ന് അഭയം തേടാനില്ലല്ലോ, അല്ലാഹു റഹ്മാനാണല്ലോ, അല്ലാഹു റഹീമാണല്ലോ, അവൻ എനിക്ക് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയും, ഇത് രണ്ടും വെച്ചുകൊണ്ട് യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിച്ചു. അതാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ബുഖാരി സ്വഹീഹിൽ ഉദ്ധരിച്ച ഒരു കവിതയിൽ കാണാം. വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു ഇദൻ ശഖ്ഖ മഅറൂഫുൻ മിനൽ ഫജ്രി സാത്തിഉ أرانا الهدى بعد العمى فقلوبنا به موقنات أنما قال واقع يبيت يجافي جنبه عن فراشه إذا استثقلت بالمشركين المضاجع. حبيباയ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വർണ്ണിച്ചുകൊണ്ട് അവിടുത്തെ അനുഭവങ്ങൾ വിവരിച്ച് അബ്ദുല്ലാഹി ഇബ്നു റവാഹത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിൻ്റെ റസൂല് എല്ലാ സമയത്തും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നവർ, അതോടൊപ്പം പാതിര സമയത്ത് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവർ, മുശ്രിക്കീങ്ങൾ പൂർണ്ണമായി ഉറങ്ങുന്ന സമയം ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന, കൂടുതലായി തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളായിരുന്നു എന്ന് തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വർണ്ണിക്കുന്നതായി നമുക്ക് കാണാം. അതുകൊണ്ട് നമ്മുടെ ഈ ഉറക്കമൊഴിച്ചിലെല്ലാം അല്ലാഹു തആല സ്വീകരിക്കുന്നതായി തീരാൻ നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. എല്ലാവർക്കും വളരെ തിരക്കുണ്ട്. ഞാൻ വിചാരിക്കുക ഞാനാണ് ലോകത്ത് വെച്ച് ഏറ്റവും വലിയ തിരക്കുള്ള ആളെന്ന്. അതുപോലെ ഓരോരുത്തർക്കും തിരക്കുണ്ടാവും. ഡോക്ടർ ആസാദ് മുഹമ്മദ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇരുന്നത് അദ്ദേഹത്തിന് തിരക്കില്ലാത്തത് കൊണ്ടല്ല, കേട്ട് അങ്ങനെ ദീനിനോട് ബന്ധമുള്ള ഡോക്ടർമാരും അഡ്വക്കറ്റുമാരും അതുപോലെ കുറേ അഭ്യസ്ത വിദ്യർ
നമ്മുടെ നാട്ടിൽ കുറച്ചു കാലം മുമ്പ് മതപണ്ഡിതന്മാരുമായി ഒരു ബന്ധവുമില്ലാതെ അങ്ങനെ പോയി. മതപണ്ഡിതന്മാർ അങ്ങോട്ടും ബന്ധമില്ലാതെ പോയി. രണ്ട് കൂട്ടരും രണ്ട് വളരെ ദൂരമായ വേദിയിൽ പോയത് കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് മാറ്റിയെടുക്കാനാണ് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ മർക്കസിലൂടെയും അതുപോലെ മറ്റ് സ്ഥാപനങ്ങളിലൂടെയും നമ്മുടെ സംഘടനകളിലൂടെയും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാവരും വഅ്ള് പറയുന്ന ആലിമീങ്ങളാകാൻ സാധിക്കുകയില്ല. അങ്ങനെ ആകണമെന്ന് അല്ലാഹു തആല കൽപ്പിച്ചിട്ടുമില്ല. എല്ലാവരും ഡോക്ടർമാരാകാൻ കഴിയൂല, എല്ലാവരും എഞ്ചിനീയർമാരാവാൻ കഴിയൂല, എല്ലാവരും അഡ്വക്കറ്റുമാരാവാൻ കഴിയൂല. എല്ലാവരും ഇവിടെ വേണം. അഡ്വക്കറ്റ് വേണം, ഡോക്ടർ വേണം, എഞ്ചിനീയർ വേണം, ആലിമീങ്ങൾ വേണം. അതേ സമയത്ത് അടിസ്ഥാന തത്വത്തിൽ എല്ലാവരും തത്വം എല്ലാവരും പഠിച്ചിരിക്കണം, അടിസ്ഥാന കാര്യങ്ങൾ പഠിച്ചിരിക്കണം. അത് പഠിക്കുന്നതോടുകൂടി മറ്റ് വികസിക്കുന്ന വ്യത്യസ്തമായ അറിവുകൾ അത് യോജിപ്പിച്ചുകൊണ്ട് ദീനീ രംഗത്ത് സജീവമായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ സാധിക്കണം. അതാണ് ദീനിൻ്റെ ശക്തി. അൽഹംദുലില്ലാ, ഡോക്ടർ ആസാദ് അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ വളരെയധികം സന്തോഷമാണ്. എന്തുകൊണ്ട്? ആലിമീങ്ങളെയും സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെയും സാധുക്കളെയും പാവപ്പെട്ടവരെയും എല്ലാം നല്ല പോലെ കാണുകയും അവരുമായി ബന്ധപ്പെടുകയും ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫീൽഡിൽ മുന്നേറി ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നു എന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പത്മശ്രീ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ നമ്മുടെ പ്രവർത്തകന്മാർ എല്ലാ രംഗത്തും സജീവമായി ദീനിൻ്റെ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ നമുക്കവർക്ക് ഇനിയും കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാവാനാണ് നമ്മുടെ ആഗ്രഹം. പത്മശ്രീ കിട്ടിയാൽ അതിൻ്റെ ഉടനെ പത്മഭൂഷൺ വേണം, അതിൻ്റെ അപ്പുറത്ത് വേറെ വേണം എന്നിങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് നാം. നമുക്ക് അസൂയ വെക്കാൻ പാടില്ല. ഒരു വ്യക്തിക്ക് ഒരു പദവി ഉണ്ടാകുമ്പോൾ അതിൻ്റെ പേരിൽ അസൂയയുമായി നമ്മൾ നടക്കാൻ പാടില്ല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഡോക്ടർമാരെയും അതുപോലെ ഇപ്പോൾ കരീമാജിനെ കൊണ്ട് രണ്ട് വാക്കോടൊപ്പം സംസാരിപ്പിച്ചത്, അദ്ദേഹം ഒരു വലിയ പണക്കാരനാണ്. പക്ഷേ ആ പണത്തിൻ്റെ പേരിലല്ല, അദ്ദേഹം എവിടെ വിളിച്ചാലും സുന്നത്ത് ജമാഅത്തിൻ്റെ കാര്യത്തിന് വേണ്ടി വരും, വളരെയധികം പ്രവർത്തിക്കും. മർക്കസ് ഒരു എക്സലൻസി ക്ലബ്ബ് എന്ന പേരിൽ ഒരു ക്ലബ്ബ് രൂപീകരിച്ചിട്ടുണ്ട്. പണക്കാരെയും കഴിവുള്ളവരെയും എല്ലാം മർക്കസുമായി കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ പ്രസംഗിപ്പിച്ചതാ. ഇങ്ങനെ എല്ലാവരും ബന്ധപ്പെട്ടുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ രംഗത്ത് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ, ദീനിൻ്റെ രംഗത്ത് ഒന്നായി നീങ്ങാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ തൗഫീഖുകളും നമുക്ക് നൽകുമാറാകട്ടെ. ഞാൻ നിർത്തുന്നു. നമ്മുടെ സിറാജ് ദിനപത്രമാണ് ഇതൊക്കെ ഇങ്ങനെ എല്ലാ സ്ഥലത്തും എത്തിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഇന്നത്തെ പരിപാടിൻ്റെ സപ്ലിമെൻ്റ് ഇപ്പോൾ 2 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തുമെന്നാണ് പറയുന്നത്. നിങ്ങൾ പോകുന്നതിന് മുമ്പ് അത് പോവും. എല്ലാവരും അത് വാങ്ങിയാൽ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. പിന്നെ എന്ത് വേണമെന്ന് ഞാൻ പറയേണ്ടതുമില്ല. അതുകൊണ്ട് ദുആ ചെയ്യുന്നു. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. ഈ പരിപാടിയുടെ വളണ്ടിയർ ക്യാപ്റ്റനായി നിശ്ചയിച്ചിരുന്ന അഷ്റഫ് മാട്ടൂൽ 3 ദിവസം മുമ്പ് ചെറിയൊരു അപകടത്തിൽപ്പെട്ട് ഇപ്പോൾ റൂമിലാണ്. അള്ളാഹു അദ്ദേഹത്തിന് ശിഫ നൽകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് പൂർണ്ണ ശിഫ നൽകട്ടെ. നമ്മുടെ ബന്ധപ്പെട്ട എല്ലാവരുടെയും രോഗങ്ങളെ അള്ളാഹു ശിഫയാക്കി തരുമാറാകട്ടെ. കണ്ണൂർ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട സൂഫി വര്യനായിരുന്ന നരിക്കോട് മുഹമ്മദ് മുസ്ലിയാർ ഇന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ, അദ്ദേഹത്തിന് ദറജ കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحاب سيدنا محمد. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للشيخ الزايد. اللهم
اللهم اغفر للشيخ زايد وارحمه اللهم اجعله في فسيح جناتك يا رب العالمين اللهم إنا نسألك موجبات رحمتك وعزائم مغفرتك والسلامة من كل إثم والغنيمة من كل بر والفوز بالجنة والنجاة من النار اللهم انصر حكام هذه البلاد اللهم أيدهم بتأييدك وانصرهم بنصرك وعزنا وعزهم بعزتك يا أرحم الراحمين اللهم ربنا عليك توكلنا وإليك أنبنا وإليك المصير ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم എല്ലാവർക്കും കൊണ്ട് വരാം അവിടെ ഇങ്ങനെ നിൽക്കാം സ്ഥലമില്ല പുറത്ത് നിൽക്കേണ്ട ഒരു സ്ഥലമില്ലാത്തവരാണെങ്കിൽ അവിടെ ഇങ്ങനെ വരിയായിട്ട് തൽക്കാലം നിൽക്കാമല്ലോ കുറേ ആളുകൾ ഇങ്ങോട്ട് കടക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് ദുആക്ക് എല്ലാവർക്കും കൊണ്ട് വരാം ഇത് നമ്മളെ വളണ്ടിയർമാരും അവിടെ തന്നെ നിന്നോളി നിങ്ങൾ ഇങ്ങനെ ഇവിടെ തന്നെ നിന്നോളി അങ്ങോട്ട് തിരിഞ്ഞിട്ട് എല്ലാവരും അവിടെ ഉള്ളവർ ഇങ്ങോട്ട് നോക്കി നിന്നാൽ നമുക്ക് അവിടെ ദ്വാരക്കിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി الذي أنعم علينا وهدانا إلى دين الإسلام اللهم يسر عسيرنا وسهل أمورنا وقض حوائجنا واشفنا واشف مرضانا يا أرحم الراحمين اللهم يسر عسيرنا فإن تيسير كل عسير عليك سهل يسير اللهم ارحم المسلمين في جميع الأقطار يا أرحم الراحمين اللهم ارحم المسلمين اللهم انصر المسلمين في مشارق الأرض ومغاربها يا أرحم الراحمين اللهم أيد لسمو الشيخ محمد بن راشد الذي قام بهذا البرنامج جائزة القرآن اللهم أيده بتأييدك وانصره بنصرك يا أرحم الراحمين اللهم طول حياته وحياة جميع حكام هذه البلاد مع الصحة والعافية اللهم يسر عسيرنا وعسير من أحبنا وعسير من أعاننا يا ميسر الأمور اللهم اقض حوائجنا وحوائج المحتاجين اللهم اقض حوائجنا وحوائج المحتاجين اللهم يسر أمورنا واقض حوائجنا واشفنا واشف مرضانا يا شافي المرضى اللهم اجعل هذا الشهر المبارك شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر المبارك شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعلنا من نطقاء شهر رمضان اللهم اجعلنا من نطقاء شهر رمضان اللهم اجعلنا واجعل آباءنا وأمهاتنا ومشايخنا وأساتذتنا من عتقاء شهر رمضان اللهم ربنا عليك توكلنا وإليك أنبنا وإليك المصير ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم لا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يخافك ولا يرحمنا اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي إليها معادنا واجعل الحياة زيادة لنا في كل خير واجعل الموت راحة لنا من كل شر اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم برحمتك يا أرحم الراحمين وصلى الله على خير خلقه
ونور عرشه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. صلاة